എല്ലാവർക്കും സ്വാഗതം. +1 കെമിസ്ട്രിയിലെ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിലെ 5ാമത്തെ ക്ലാസ്സാണിത്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് കെമിസ്ട്രിയിലെ ചില ഫണ്ടമെന്റൽ ലോസിനെ പറ്റി പറഞ്ഞു, ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനെ പറ്റി മനസ്സിലാക്കി, അവഗാഡ്രോസ് ലോ, അതിനുശേഷം ഡോൾട്ടൺസ് അറ്റോമിക് തിയറി മനസ്സിലാക്കി. പിന്നെ അതിനുശേഷം നമ്മൾ റിലേറ്റീവ് അറ്റോമിക് മാസും ഗ്രാം അറ്റോമിക് മാസ്, റിലേറ്റീവ് മോളിക്കുലർ മാസ്, ഗ്രാം മോളിക്കുലർ മാസ് പോലുള്ള കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കി. പിന്നെ മോൾ എന്നൊരു കൺസെപ്റ്റ് എന്താണെന്ന് അറിയാം. പിന്നെ അതും STPയുടെ വോളിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫോർമുലകൾ അറിയാം. പിന്നെ അതിനുശേഷം നമ്മൾ എംപിരിക്കൽ ഫോർമുല, മോളിക്കുലർ ഫോർമുല പോലുള്ള കൺസെപ്റ്റുകളും മനസ്സിലാക്കി. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു സൊല്യൂഷനെ പറ്റിയാണ്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ വീട്ടിലുള്ള പല കാര്യങ്ങളും സൊല്യൂഷനാണ്. പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപ്പുവെള്ളം എന്നൊരു സൊല്യൂഷൻ പറയാം. ഉപ്പുവെള്ളം, സാൾട്ട് വാട്ടർ. അപ്പോൾ ഉപ്പുവെള്ളത്തിനകത്ത് 2 കമ്പോണൻസ് ഉണ്ട്. കമ്പോണൻസ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഘടകങ്ങളാണ്. 2 ഘടകങ്ങൾ അവിടെയുണ്ട്. അതിലൊരു ഘടകം നിങ്ങൾക്കറിയാം, ഉപ്പ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ സാൾട്ട് എന്നറിയപ്പെടുന്ന ഒരു കമ്പോണന്റ് ഉണ്ട്. രണ്ടാമത് വാട്ടർ എന്നറിയപ്പെടുന്ന മറ്റൊരു കമ്പോണന്റ് ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് നമുക്ക് സൊല്യൂഷനെ പറ്റിയാണ് സംസാരിക്കേണ്ടത്. നിങ്ങൾ ഒരുപാട് സൊല്യൂഷൻ കണ്ടിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ വീട്ടിലെ ഉപ്പുവെള്ളം തന്നെയാണ്. അപ്പൊ അതിനകത്ത് ഉപ്പും ഉണ്ട്, വെള്ളവും ഉണ്ട്. അപ്പൊ എങ്കിൽ നിങ്ങൾക്കറിയാം, ഇതിലെ ഉപ്പിനെ അറിയപ്പെടുന്ന പേര് സാൾട്ട്, അറിയപ്പെടുന്ന പേര് സൊല്യൂട്ട് എന്നൊരു വാക്ക് പറയാം. സൊല്യൂട്ട്, SOLUT. ഇനി വാട്ടറിന് പകരം വിളിക്കേണ്ട പേര് സോൾവെന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒരു സൊല്യൂഷനകത്ത് 2 കമ്പോണൻസ് ഉണ്ടെങ്കിൽ അതിൽ കൂടുതലുള്ള കമ്പോണന്റിനെ സോൾവെന്റുകൾ എന്നും കുറച്ചുള്ള കമ്പോണന്റുകളെ സൊല്യൂട്ട് എന്ന് പറയണം. ഉപ്പുവെള്ളത്തിനകത്ത് വെള്ളമാണ് സോൾവെന്റ്, അതുപോലെ തന്നെ ഉപ്പാണ് സൊല്യൂട്ട്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ വീട്ടിലെ സൊല്യൂഷനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് അളവൊന്നും എടുത്തിട്ടല്ല ഈ ഉപ്പൊക്കെ ഡിസോൾവ് ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് പരാതിയൊന്നുമില്ല, കാരണം വീട്ടിലാണ്. ഉപ്പ് അല്പം കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതേസമയം ലബോറട്ടറിയിലെ സൊല്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്ത് ചില പ്രത്യേക കോൺസെൻട്രേഷൻ ടേംസ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇപ്പൊ വീട്ടിലാണെങ്കിൽ നമുക്ക് കോൺസെൻട്രേഷനെ പറ്റിയൊന്നും അവയർനെസ് വേണ്ട. പക്ഷെ ലബോറട്ടറി ചെയ്യുന്ന സമയത്ത് ഈ സൊല്യൂട്ടിന്റെ അളവായ കോൺസെൻട്രേഷനെ പറ്റി നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ എങ്കിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. സൊല്യൂഷന്റെ കോൺസെൻട്രേഷനെ പറ്റിയാണ് പറയാനുള്ളത്. കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. ഇപ്പൊ ഒരു സാധാരണക്കാരന് ഇങ്ങനെ മനസ്സിലാക്കാം, ഒരു സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിന്റെ അളവിനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് പറയേണ്ടത്. ഉപ്പുവെള്ളത്തില് ഉപ്പിന്റെ അളവിനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് പറയേണ്ടത് എന്ന് പറയുന്നത് പോലെ. ഓക്കെ, അപ്പൊ എങ്കിൽ ലബോറട്ടറിയിൽ ഈ കോൺസെൻട്രേഷൻ പറയാൻ വേണ്ടി എന്തൊക്കെ ടേംസ് നമുക്ക് ഉപയോഗിക്കാം എന്ന് ചോദിച്ചാൽ, അതിൽ ആദ്യത്തെ ടേമിലേക്ക് വരാം. അപ്പൊ അതിനുവേണ്ടി ഞാൻ 3 പാത്രങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൽ 3ലും ഓരോ ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. 3ലും ഒരുപോലെ 1 ലിറ്റർ വാട്ടർ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം, സോഡിയം ഹൈഡ്രോക്സൈഡിനെ NaOHന്റെ മോളിക്കുലാർ മാസ് സോഡിയത്തിന്റെ 23 പ്ലസ് ഓക്സിജന്റെ 16 പ്ലസ് ഹൈഡ്രജന്റെ 1 = 40. നിങ്ങളെല്ലാം മനസ്സിലാക്കിയതുപോലെ 40 ഗ്രാം NaOH എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് 1 ഗ്രാം മോളിക്കുലാർ മാസ് ആണ്. 80 ഗ്രാം NaOH എന്ന് വെച്ചാൽ അത് 2 ഗ്രാം മോളിക്കുലാർ മാസ് ആണ്. 120 ഗ്രാം NaOH എന്ന് വെച്ചാൽ 3 ഗ്രാം മോളിക്കുലാർ മാസ് ആണ്. ഓക്കെ,
ശരി, ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് സൊല്യൂഷന്റെ കോൺസെൻട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അറിയണം. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആദ്യം 3 പാത്രങ്ങളിൽ ഓരോ ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന സൊല്യൂഷൻ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ സൊല്യൂഷനാണ്. എങ്കിൽ ആ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഒന്നാമത്തെ പാത്രത്തിനകത്ത് ഞാൻ 40 ഗ്രാം സോഡിയം ഹൈഡ്രോക്സൈഡ് ഡിസോൾവ് ചെയ്ത് സൊല്യൂഷൻ ഉണ്ടാക്കുന്നു. രണ്ടാമത്തെ പാത്രത്തിനകത്ത് 80 ഗ്രാം NaOH ഡിസോൾവ് ചെയ്ത് സൊല്യൂഷൻ ഉണ്ടാക്കുന്നു. മൂന്നാമത്തെ പാത്രത്തിനകത്ത് 120 ഗ്രാം NaOH ആഡ് ചെയ്ത് സൊല്യൂഷൻ ഉണ്ടാക്കുന്നു. അപ്പൊ മൂന്നിലും സോൾവെന്റിന്റെ അളവ് തുല്യമാണ്, സൊല്യൂട്ടിന്റെ അളവിൽ വ്യത്യാസമുണ്ട്. അപ്പൊ എങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ഒന്നാമത്തെ പാത്രത്തിനാണോ കോൺസെൻട്രേഷൻ കൂടുതൽ, രണ്ടാമത്തെ പാത്രത്തിലാണോ കോൺസെൻട്രേഷൻ കൂടുതൽ, മൂന്നാമത്തെ പാത്രത്തിലാണോ കോൺസെൻട്രേഷൻ കൂടുതൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും, മൂന്നാമത്തെ പാത്രത്തിലാണ് കോൺസെൻട്രേഷൻ കൂടുതൽ. കാരണം മൂന്നിലും സോൾവെന്റിന്റെ അളവ് തുല്യമാണ്, സൊല്യൂട്ടിന്റെ അളവാണ് കോൺസെൻട്രേഷൻ എന്ന് പറയേണ്ടതെന്ന് നമുക്കറിയാം. സോ അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ പാത്രത്തിൽ കോൺസെൻട്രേഷൻ അളവ് തുല്യമാണ്, അളവ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ എങ്കിൽ ഈ 40 ഗ്രാം NaOHന് പകരം നമുക്ക് പറയാനറിയാം അത് 1 ഗ്രാം മോളിക്കുലർ മാസ് ആണ്. രണ്ടാമത് 80 ഗ്രാം ആണെങ്കിൽ അതിനറിയാം 2 ഗ്രാം മോളിക്കുലർ മാസ് ആണ്. മൂന്നാമത്തേലാണെങ്കിൽ അത് 3 ഗ്രാം മോളിക്കുലർ മാസ് ആണ്. ഓക്കെ, അപ്പൊ എങ്കിൽ ഒന്നാമത്തെ സൊല്യൂഷന്റെ കോൺസെൻട്രേഷനെ നമ്മൾ വിളിക്കുന്ന പേര് 1 മോളാർ എന്ന് പറയണം. 1 മോളാർ. രണ്ടാമത്തെ സൊല്യൂഷന്റെ കോൺസെൻട്രേഷനെ വിളിക്കേണ്ട പേര് 2 മോളാർ എന്ന് പറയണം. മൂന്നാമത്തെ സൊല്യൂഷന്റെ കോൺസെൻട്രേഷനെ വിളിക്കേണ്ട പേര് 3 മോളാർ എന്ന് പറയണം. അതായത് സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാമത്തെ ടേമിന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്, അത് മൊളാരിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പോ സൊല്യൂഷന്റെ കോൺസെൻട്രേഷനുമായി ബന്ധപ്പെട്ട് ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഒന്നാമത്തെ കോൺസെൻട്രേഷൻ ടേം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അത് മൊളാരിറ്റി എന്നാണ് പറയേണ്ടത്. അപ്പൊ എങ്കിൽ മൊളാരിറ്റിയുടെ ഡെഫിനിഷൻ ചോദിക്കുന്ന സമയത്ത് നോക്കൂ, ഇതും ഒന്നാണ്, ഇതും ഒന്നാണ്. അതായത് ഇത് രണ്ടാണ്, ഇത് രണ്ടാണ്, ഇവിടെ 3, ഇവിടെ 3. അപ്പൊ എങ്കിൽ മൊളാരിറ്റിക്ക് നിങ്ങൾക്ക് ഒരു ഡെഫിനിഷൻ ഉണ്ടാക്കാം. ഒരു പ്രാവശ്യം പറയുള്ളൂ. മൊളാരിറ്റി ഈസ് ദ നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട്. കറക്റ്റ് അല്ലേ? 1, 2, 3. ഇപ്പൊ ഡെഫിനിഷൻ ഒന്നുകൂടെ ആവർത്തിക്കാം. മൊളാരിറ്റി ഈസ് ദ നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് dissolved in 1 liter of solution. ഡെഫിനിഷനിൽ സൊല്യൂഷൻ എന്ന് തന്നെ പറയണം. ഒന്നുകൂടെ ഡെഫിനിഷൻ പറയാം. Molarity is defined as the number of gram molecular mass of solute. ദാ 1, 2, 3. Okay. Molarity is the number of gram molecular mass of solute. Molarity എന്ന് വെച്ചാൽ gram molecular massന്റെ എണ്ണത്തിന് തുല്യം തന്നെയാണ്. Dissolved in 1 liter of solution. Okay. അപ്പോൾ ആ ഡെഫിനിഷൻ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതുകൊണ്ട് തന്നെ മൊളാരിറ്റി കണ്ടുപിടിക്കാൻ M എന്ന് റെപ്രസെന്റ് ചെയ്യാം. മൊളാരിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു ഫോർമുല പറയാം. ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഒന്നുകൂടെ സോർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം, നമ്മൾ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ സൊല്യൂഷന്റെ കോൺസെൻട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ലബോറട്ടറിയിൽ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാമത്തെ ടേം നമുക്ക് മനസ്സിലായിട്ടുണ്ട്, അത് മൊളാരിറ്റി ആണ്. മൊളാരിറ്റിയുടെ ഡെഫിനിഷൻ ചോദിച്ചാൽ അത് പറയാൻ അറിയാം. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ എന്ന് പറയാം. ഇനി മൊളാരിറ്റി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുല മൊളാരിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ എന്ന് പറയണം. ഇനി നമ്മൾ പലപ്പോഴും നമുക്ക് എപ്പോഴും 1 ലിറ്റർ തന്നെ സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ ചില ആവശ്യങ്ങൾക്ക് 2 ലിറ്റർ സൊല്യൂഷൻ വേണ്ടി വരും, ചില സമയത്ത് 5 ലിറ്റർ സൊല്യൂഷൻ വേണ്ടി വരും, ചില സമയത്ത് 2.5 ലിറ്റർ വേണ്ടി വരും, ചില സമയത്ത് 500 ml വേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് മൊളാരിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഫോർമുല കൂടെ തയ്യാറാക്കാം. ആ ഫോർമുല പറയാൻ വേണ്ടി നമുക്ക് എളുപ്പത്തിൽ ഓർമ്മിക്കാൻ വേണ്ടി സൊല്യൂട്ട് എന്ന് പറയുന്നതിന് പകരം ഞാൻ തൽക്കാലത്തേക്ക് ക്യാപിറ്റൽ B എന്നൊരു അക്ഷരം ഉപയോഗിക്കുന്നു സൊല്യൂട്ടിനെ കാണിക്കാൻ വേണ്ടി.
സോൾവെന്റ് എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ക്യാപിറ്റൽ എ എന്ന് കാണിക്കുന്നു. ഓക്കെ, അപ്പൊ എങ്കിൽ W എന്നുള്ളത് മാസ് ആണ്. എങ്കിൽ WA എന്നുള്ളതിനെ മാസ് അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് സോൾവെന്റ് എന്ന് പറയാം. എങ്കിൽ WB എന്ന് എഴുതിയാൽ മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയാം. ഇനി M എന്നുള്ളത് മോളിക്കുലാർ മാസ് ആണെങ്കിൽ MA എന്നുള്ളത് മോളിക്കുലാർ മാസ് ഓഫ് സോൾവെന്റ്. അപ്പൊ എങ്കിൽ MB എന്നുള്ളത് മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട്. ഇനി നമ്മൾ സാധാരണ N എന്നുള്ളത് നമ്പർ ഓഫ് മോൾസിനെ കാണിക്കാം. അപ്പൊ എങ്കിൽ NA എന്നുള്ളതിന് പകരം നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ് എന്ന് പറയാം. NB എന്ന് പറയുന്നതിന് പകരം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയാം. ഓക്കെ, ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു കണ്ടന്റ് മാത്രം, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. അതായത് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ ആണ്. കോൺസെൻട്രേഷൻ സൊല്യൂഷൻ പറയാൻ വേണ്ടി ഡിഫറെന്റ് ടേംസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ടേം ആണെങ്കിൽ മൊളാരിറ്റി ആണ്. മൊളാരിറ്റി ഡെഫിനിഷൻ അറിയാം. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഗ്രാം മോൾസ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. നമ്പർ ഓഫ് ഗ്രാം മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. ഡെഫിനിഷൻ പറയുന്ന സമയത്ത് നിർബന്ധമായി സൊല്യൂഷൻ എന്ന വാക്ക് അവിടെ ഉപയോഗിക്കണം. ഇനി അടുത്ത മൊളാരിറ്റി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുല നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ എന്ന് പറയാം. ഇനി എപ്പോഴും നമുക്ക് 1 ലിറ്ററിലല്ല കാൽക്കുലേഷൻ ചെയ്യാൻ വരാറുള്ളത്. ചിലപ്പോൾ 250 ml വരും, ചിലപ്പോൾ 500 ml വരും, ചിലപ്പോൾ 5 ലിറ്റർ വരും, ചിലപ്പോൾ 10 ലിറ്റർ വരും. അങ്ങനെ വരുന്ന സമയത്ത് മൊളാരിറ്റി കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല കൂടെ തയ്യാറാക്കണം. ആ ഫോർമുല ക്യാപിറ്റൽ M WB by MB into 1000 divided by V എന്ന ഫോർമുലയിലൂടെ നമുക്ക് സൊല്യൂഷന്റെ മൊളാരിറ്റി കണ്ടുപിടിക്കാം. അപ്പോൾ മൊളാരിറ്റി കണ്ടുപിടിക്കാൻ രണ്ട് ഫോർമുലകൾ പറഞ്ഞു. മൊളാരിറ്റി M നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ എന്ന് പറയാം. രണ്ടാമത് M WB by MB into 1000 divided by V എന്ന് പറയാം. അപ്പോൾ അതിന് WB എന്താണെന്ന് ചോദിച്ചാൽ പറയണം മാസ് അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയണം. MB എന്ന് ഉദ്ദേശിക്കുന്നത് മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയാം. ഇനി V എന്താണെന്ന് ചോദിച്ചാൽ അവിടെ പറയേണ്ടത് V is the വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ മില്ലി ലിറ്റർ. അപ്പോൾ അവിടെ ഓർത്തോണം, പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് വിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് 5 ലിറ്റർ എന്നാണ് ക്വസ്റ്റ്യനിൽ ഉള്ളതെങ്കിൽ അവിടെ 5 എന്നല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, പകരം 5000 മില്ലി ലിറ്റർ എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത അവിടെ ഓർത്തോണം. ഓക്കെ, അപ്പൊ അത്രയും കാര്യം നമുക്ക് മനസ്സിലായി. അപ്പൊ ഒന്നാമത്തെ കോൺസെൻട്രേഷൻ സൊല്യൂഷനുമായി ബന്ധപ്പെട്ട ടേം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ കോൺസെൻട്രേഷൻ ടേമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത് സംസാരിക്കാം. അപ്പൊ അതിനുവേണ്ടി ഞാൻ വീണ്ടും 3 പാത്രങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നേരത്തെ ഞാൻ 1 ലിറ്റർ സോൾവെന്റ് ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് 1 കിലോഗ്രാം സോൾവെന്റ് ആണ്. ഓക്കെ, അപ്പൊ 1 ലിറ്റർ എടുക്കുന്നത് പോലെ തന്നെ നമുക്ക് 1 കിലോഗ്രാം എടുക്കാം. ഇപ്പൊ ലിക്വിഡ് ആണെങ്കിൽ കൂടെ നമുക്ക് കിലോഗ്രാമിൽ വെയിറ്റ് എടുക്കാം, ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കറിയാം വെള്ളം വെയിറ്റ് എടുക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, ലിറ്ററിൽ കാര്യങ്ങൾ പറയുന്നത് പോലെ തന്നെയാണ് കിലോഗ്രാമിൽ പറയുന്നത് ഓർത്തോണം. ഇനി വാട്ടറിനെ സംബന്ധിച്ചിടത്തോളം ലിറ്റർ എന്ന് പറഞ്ഞാൽ കിലോഗ്രാം എന്ന് വെച്ചാലും അത് ഏകദേശം ഒന്ന് തന്നെയാണ്. പക്ഷെ മറ്റ് ലിക്വിഡ്സ് അങ്ങനെയല്ല. മറ്റു ലിക്വിഡ്സ് ലിറ്ററും കിലോഗ്രാമും വ്യത്യാസമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, വെളിച്ചെണ്ണ നമ്മൾ സാധാരണ കടയിൽ പോയി വാങ്ങുന്നത് പിന്നെ ലിറ്റർ കണക്കിലല്ല, പകരം കിലോഗ്രാമിൽ പറഞ്ഞതാണ്. പക്ഷെ അതേസമയം മണ്ണെണ്ണ ചെന്ന് വാങ്ങുന്നത് ലിറ്ററിലാണ്. ആ ഒരു വ്യത്യാസം നമുക്ക് അവിടെയുണ്ട്. സോ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. അവിടെ ലിക്വിഡ് ആണെങ്കിലും നമുക്ക് വെയിറ്റ് എടുക്കുന്നതിൽ തടസ്സമില്ല എന്നാണ് പറഞ്ഞു വന്നത്. അത്രയും കാര്യങ്ങൾ ഓർക്കുക. ശരി, അപ്പൊ രണ്ടാമത്തെ കോൺസെൻട്രേഷൻ ടേമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. അപ്പൊ അതിനുവേണ്ടി ഞാൻ 1 ലിറ്റർ സോൾവെന്റിന് പകരം 1 കിലോഗ്രാം സോൾവെന്റ് എടുക്കണം. നേരത്തെ പറഞ്ഞതുപോലെ NaOH 40 ഗ്രാം ഇവിടെ ഡിസോൾവ് ചെയ്യുക. ഇവിടെ ആണെങ്കിൽ 80 ഗ്രാം ഡിസോൾവ് ചെയ്യുക. ഇവിടെ 120 ഗ്രാം ഡിസോൾവ് ചെയ്യുന്നു. അതായത് 40 ഗ്രാം എന്ന് വെച്ചാൽ നമുക്കറിയാം അത് 1 ഗ്രാം മോളിക്കുലാർ മാസ് ആണ്. 80 ഗ്രാം NaOH എന്ന് വെച്ചാൽ അത് 2 ഗ്രാം മോളിക്കുലാർ മാസ് ആണ്. 120 ഗ്രാം NaOH ആണെങ്കിൽ അത് 3 ഗ്രാം മോളിക്കുലാർ മാസ് ആണ്. അപ്പൊ എങ്കിൽ ഈ സൊല്യൂഷന്റെ കോൺസെൻട്രേഷനെ പറയുന്ന പുതിയ ടേം എന്താണെന്ന് ചോദിച്ചാൽ അത് 1 മോളാൽ എന്ന് പറയണം. ഓക്കെ, നമുക്ക് ഒരു അക്ഷരത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ, പക്ഷെ കൺസെപ്റ്റ് ഡിഫറെന്റ് ആണ്.
ഇവിടെ അതുപോലെ തന്നെ ഈ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ ടേമിനെ 2 മോളാൽ എന്ന് പറയണം. ഇവിടെയാണെങ്കിൽ 3 മോളാൽ എന്ന് പറയണം. എങ്കിൽ രണ്ടാമത്തെ കോൺസെൻട്രേഷൻ ടേം ഏതാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, അത് മൊളാലിറ്റി എന്ന് പറയണം. അതിനെ സ്മോൾ എം കൊണ്ട് സാധാരണ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ കോൺസെൻട്രേഷൻ ടേം ആയിട്ടുണ്ട്. രണ്ടാമത്തെ കോൺസെൻട്രേഷനെ ടേമിനെ മൊളാലിറ്റി എന്നാണ് പറയേണ്ടത്. അതിന്റെ ഡെഫിനിഷൻ നോക്കുന്ന സമയത്ത് അതും ഇതുപോലെ തന്നെ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഗ്രാം മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾഡ് ഇൻ 1 കിലോഗ്രാം ഓഫ് സോൾവെന്റ് എന്നാണ് പറയേണ്ടത്. ഓക്കെ, അപ്പൊ ഡെഫിനിഷനിൽ ഒരു വ്യത്യാസം നിങ്ങൾ നോക്കുക. ഞാൻ വ്യക്തമായി പറയാം. മൊളാലിറ്റിയുടെ ഡെഫിനിഷൻ പറയുന്ന സമയത്ത് it is the number of gram molecular mass of solute dissolved in 1 liter of solution എന്നാണ് പറയേണ്ടത്. അവിടെ സൊല്യൂഷൻ എന്ന വാക്ക് തന്നെ പറയണം. ഇവിടെ പറയുന്ന സമയത്ത് molality is defined as the number of gram moles of solute dissolved in 1 kilogram of solvent എന്നാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഡെഫിനിഷനിലെ ആ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലായി പോകണം. അപ്പൊ ഇനി ഇവിടെ ഇതുപോലെ തന്നെ മൊളാലിറ്റി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഫോർമുല നിങ്ങൾക്ക് തയ്യാറാക്കാം. മൊളാലിറ്റി equal to ഇതുപോലെ തന്നെ number of moles of solute divided by volume of volume അല്ല mass. Mass of solvent in kilogram. ഓക്കെ, അങ്ങനെ ഒരു ഡെഫിനിഷൻ അവിടെ നിങ്ങൾക്ക് പറയാം. ഇനി അതുപോലെ തന്നെ നമുക്ക് ഒരു ചെറിയ ഫോർമുല, ഇതുപോലത്തെ ഒരു ഫോർമുല അവിടെയും തയ്യാറാക്കാം. m equal to small m equal to ഇവിടെ മാറ്റമില്ല WB by MB into 1000 divided by ഇവിടെ വ്യത്യാസമുണ്ട്. ഇവിടെ WA ആണ്. WA എന്ന് വെച്ചാൽ അത് മാസ് ഓഫ് സോൾവെന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം, പരീക്ഷയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് ഓർമ്മിക്കാം. നമ്മുടെ പുതിയ ഹെഡിങ് എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ ആണ്. അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി 2 ടേംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാക്കുകൾ സാദൃശ്യമുള്ള വാക്കുകളാണ്. അപ്പോൾ ഓർത്തോണം, ഒന്നാമത്തെ വാക്ക് മൊളാലിറ്റി ആണ്, രണ്ടാമത്തെ വാക്ക് മൊളാലിറ്റി ആണ്. മൊളാലിറ്റി എന്ന് വെച്ചാൽ അതിന്റെ ഡെഫിനിഷൻ അറിയാം, അതുപോലെ തന്നെ മൊളാലിറ്റി ഡെഫിനിഷൻ അറിയാം, അതുമായിട്ട് ബന്ധപ്പെട്ട 2 ഫോർമുലകളും നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇനി മൂന്നാമത്തെ കോൺസെൻട്രേഷൻ ടേമാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റിന് പകരം NA എന്ന് പറഞ്ഞാൽ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിന് പകരം NB എന്ന് പറഞ്ഞാൽ, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷന് പകരം NA പ്ലസ് NB എന്ന് പറഞ്ഞാൽ, അതില് NA എത്രയുണ്ട് എന്ന് പറയുന്നത് മോളിന്റെ ഫ്രാക്ഷൻ ആണ്. അപ്പൊ എഴുതിയിരിക്കുന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെന്റ് ആണ് എഴുതിയിരിക്കുന്നത്. മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെന്റ് ഈക്വൽ ടു NA ഡിവൈഡ് ബൈ NA പ്ലസ് NB എന്ന് പറയാം. അപ്പൊ എങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് എഴുതാൻ പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് NA പ്ലസ് NB ആണ്. അതില് സൊല്യൂട്ട് എത്രയുണ്ട് എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ആണെന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ എങ്കിൽ മൂന്നാമത്തെ കോൺസെൻട്രേഷൻ ടേം നമുക്ക് മനസ്സിലായി, അത് മോൾ ഫ്രാക്ഷൻ ആണ്. മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുല മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെന്റ് ഈക്വൽ ടു NA ഡിവൈഡ് ബൈ NA പ്ലസ് NB. മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ഈക്വൽ ടു NB ഡിവൈഡ് ബൈ NA പ്ലസ് NB. ഇനി മൊളാലിറ്റി കാണിക്കാൻ വേണ്ടി ക്യാപിറ്റൽ M ഉപയോഗിച്ചു, മൊളാലിറ്റി കാണിക്കാൻ വേണ്ടി സ്മോൾ m ഉപയോഗിച്ചു. എങ്കിൽ മോൾ ഫ്രാക്ഷൻ കാണിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ഒരു ഗ്രീക്ക് ലെറ്റർ ആണ്, ഗ്രീക്ക് ആൽഫബറ്റ് ആണ്, ഇങ്ങനെയാണ് എഴുതാറുള്ളത്. ഇതിൽ നമ്മൾ സാധാരണ കൈ എന്നോ ചൈ എന്നോ വായിക്കാം. CHI ആണ്, നിങ്ങളെ ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് മനസ്സിലായതുപോലെ വായിക്കാം. കൈ എന്ന് വായിക്കുന്നവരുണ്ട്, ചൈ എന്ന് വായിക്കുന്നവരുണ്ട്. ഞാൻ സാധാരണ കൈ എന്നാണ് വായിക്കുന്നത്. അപ്പൊ എങ്കിൽ മോൾ ഫ്രാക്ഷൻ കാണിക്കാൻ കൈ എഴുതി. കൈ A ഈക്വൽ ടു NA ഡിവൈഡ് ബൈ NA പ്ലസ് NB. കൈ B ഈക്വൽ ടു NB ഡിവൈഡ് ബൈ NA പ്ലസ് NB എന്ന് പറയാം. ഓക്കെ, എങ്കിൽ സോൾവെന്റിന്റെ മോൾ ഫ്രാക്ഷൻ ആയ കൈ എയും സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷൻ ആയ കൈ ബിയും കൂടെ കൂട്ടുന്ന സമയത്ത് എത്ര കിട്ടും എന്ന് ചോദിച്ചാൽ കൈ A പ്ലസ് കൈ B ഈക്വൽ ടു നിങ്ങൾക്കറിയാം
കൈക്ക് പകരം NA ഡിവൈഡ് ബൈ NA പ്ലസ് NB എന്ന് എഴുതുക, പ്ലസ് കൈ ബിക്ക് പകരം NB ഡിവൈഡ് ബൈ NA പ്ലസ് NB എന്ന് എഴുതുക. എങ്കിൽ താഴെ NA പ്ലസ് NB വരും, മുകളിലും NA പ്ലസ് NB വരും. ക്യാൻസൽ ആവുന്ന സമയത്ത് ബാക്കി കിട്ടുന്നത് 1 ആണ്. എങ്കിൽ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷൻ വാല്യൂവും സോൾവെന്റിന്റെ മോൾ ഫ്രാക്ഷൻ വാല്യൂവും സം ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 1 ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നാലാമത്തെ കോൺസെൻട്രേഷൻ ടേമിലേക്ക് പോവാം. നാലാമത്തെ കോൺസെൻട്രേഷൻ ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അത് മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ, ഇപ്പോൾ മാസ്സായി ഇൻറ്റു 100 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം അത് പെർസെൻറ്റേജ് ആണ്. എങ്കിൽ ഇപ്പം പറഞ്ഞിരിക്കുന്ന വാക്ക് മാസ് പെർസെൻറ്റേജ് ആണ്. ഓക്കെ, അപ്പൊ നാലാമത്തെ കോൺസെൻട്രേഷൻ ടേം നമുക്ക് മനസ്സിലായിട്ടുണ്ട്, അത് മാസ് പെർസെൻറ്റേജ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ നമുക്ക് സമറൈസ് ചെയ്യാം. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യം നമുക്ക് ഇനി പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ കാര്യങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കാം. നമ്മുടെ പുതിയ ഹെഡിങ് എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ ആണ്. ഇനി കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ മനസ്സിലാക്കാൻ വേണ്ടി 4 ടേംസ് ഉണ്ട്. ഒന്നാമത്തെ ടേം മൊളാരിറ്റി, രണ്ടാമത്തെ ടേം മൊളാലിറ്റി, മൂന്നാമത്തേത് മോൾ ഫ്രാക്ഷൻ, നാലാമത്തേത് മാസ് പെർസെൻറ്റേജ്. ഇനി പരീക്ഷയ്ക്ക് ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാൻ വേണമെങ്കിൽ, അതായത് ഈ മൊളാരിറ്റിയും മൊളാലിറ്റിയും കമ്പയർ ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് മാറുന്നത് ഏതാണ്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്ന കോൺസെൻട്രേഷൻ ടേം, ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് മാറുന്നത് ഏതാണ് എന്നൊരു ചോദ്യം വരാം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ഓർക്കേണ്ടത് വോളിയം ഡിപ്പെൻഡ് ചെയ്യുന്ന ടേം ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യും. ഒരു പുതിയ പോയിന്റ് ഇതാണ് ഞാൻ പറഞ്ഞത്. മൊളാരിറ്റിയും മൊളാലിറ്റിയും കമ്പയർ ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ടേം എന്ന് വെച്ചാൽ വോളിയം ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരാണോ അയാൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ കണ്ടാൽ അറിയാം വോളിയം ഡിപ്പെൻഡ് ചെയ്യുന്ന ടേം ഇതാണ്. സോ അത് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നു, ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതേസമയം മൊളാലിറ്റി ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് കൂടെ ഓർമ്മിച്ചോണം. ഏത് ടെമ്പറേച്ചർ ആയാലും ഒരു സൊല്യൂഷന്റെ മൊളാലിറ്റിക്ക് വ്യത്യാസം വരില്ല. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്ന കാര്യം ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ പറയാൻ വേണ്ടി 4 ടേംസ് ഉണ്ട്. ഒന്ന് മൊളാരിറ്റി, മറ്റൊന്ന് മൊളാലിറ്റി, ഇനിയൊന്ന് മോൾ ഫ്രാക്ഷൻ, ഇനിയൊന്ന് മാസ് പെർസെൻറ്റേജ്. അതിൽ ഓരോന്നായിട്ട് മൊളാരിറ്റി ക്യാപിറ്റൽ M കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. അതിന്റെ ഡെഫിനിഷൻ ഓർക്കുക. ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് ഗ്രാം മോൾസ് ഓഫ് സൊല്യൂട്ട് dissolved in 1 liter of solution എന്ന് പറയണം. ഇനി മൊളാരിറ്റിയുടെ പ്രത്യേകത, it depends on temperature since it depends on volume എന്ന് പറയാം. മൊളാരിറ്റി കണ്ടുപിടിക്കാൻ 2 ഫോർമുലകൾ, മൊളാരിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അല്ലാതെ രണ്ടാമത്തെ ഫോർമുല M ഈക്വൽ ടു WB by MB into 1000 divided by B. അത് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയാണ്. WB എന്ന് വെച്ചാൽ അത് മാസ് അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ആണ്. MB എന്ന് വെച്ചാൽ അത് മോളിക്യുലർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. V എന്ന് വെച്ചാൽ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ മില്ലി ലിറ്റർ. എടുത്തു പറയുന്നു, വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ മില്ലി ലിറ്റർ. അതായത് ക്വസ്റ്റ്യനിൽ 5 ലിറ്റർ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ 5000 എന്ന് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. 10 ലിറ്റർ ആണെങ്കിൽ 10000 എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. 250 ml ആണെങ്കിൽ 250 ml എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, കാരണം മില്ലി ലിറ്ററിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ കോൺസെൻട്രേഷൻ ടേം മൊളാലിറ്റി ആണ്, സ്മോൾ m ആണ്. മൊളാലിറ്റിയുടെ ഡെഫിനിഷൻ ചോദിച്ചാൽ ഇതുപോലെ തന്നെ, ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഗ്രാം മോളിക്യുലർ മാസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 1 kilogram of solvent. അവിടുത്തെ ഡെഫിനിഷനിൽ സോൾവെന്റ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. മൊളാലിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻ കിലോഗ്രാം. M ഈക്വൽ ടു WB by MB into 1000 divided by WA. WB എന്ന് വെച്ചാൽ അത് മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. MB എന്ന് വെച്ചാൽ മോളിക്യുലർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. WA എന്ന് വെച്ചാൽ അത് മാസ് ഓഫ് സോൾവെന്റ് ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ കോൺസെൻട്രേഷൻ ടേം മോൾ ഫ്രാക്ഷൻ ആണ്. അത് പറയാൻ വേണ്ടി ഡെഫിനിഷൻ പറയുന്ന സമയത്ത് ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് number of moles of a component. It is a ratio of number of moles of a component to the total number of moles in the solution. Mole fraction is defined as the ratio of number of moles of a component to the total number of moles of components in the solution. Mole fraction of solvent Chi equal to Na divided by Na plus Nb. Mole fraction of solute Chi b equal to Nb divided by Na plus Nb. ഇനി Chi A plus Chi B equal to 1 ആണെന്ന് മനസ്സിലായി. നാലാമത്തെ കോൺസെൻട്രേഷൻ ടേം മാസ് പെർസെൻറ്റേജ് ആണ്. മാസ് പെർസെൻറ്റേജ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന മാസ് പെർസെൻറ്റേജിന്റെ ഡെഫിനിഷനാണ്. ഓക്കെ, അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് എങ്ങനെയൊക്കെ ചോദിക്കുമെന്ന് ചോദിച്ചാൽ പരീക്ഷയ്ക്ക് ഓരോന്ന് പ്രത്യേകിച്ച് ചോദിക്കാം. പിന്നെ അതായത് മൊളാലിറ്റി ഡെഫിനിഷൻ, മോൾ ഫ്രാക്ഷൻ, മാസ് പെർസെൻറ്റേജ് പ്രത്യേകം ചോദിക്കാം. ഇനി വേറൊരു തരം ചോദ്യം എന്ന് വെച്ചാൽ പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുണ്ട്.
അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം. പിന്നെ അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്ന കോൺസെൻട്രേഷൻ ടേം ഏതാണ് എന്ന് വേണമെങ്കിൽ പരീക്ഷ ചോദിക്കാം. ഇനി അതുപോലെ തന്നെ ഡിഫറൻസസ് ബിറ്റ്വീൻ മൊളാരിറ്റി ആൻഡ് മൊളാലിറ്റി എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് വരാം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ നല്ലവണ്ണം വിശദമായി പഠിക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ, ഈ ചാപ്റ്ററിലെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.